ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വിശ്വപ്രസിദ്ധനായ ഗ്രീക്ക് തത്വജ്ഞാനിയാണ് സോക്രട്ടീസ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ജീവിതശൈലിയോട് പൊരുത്തപ്പെട്ടു പോകാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് പലപ്പോഴും കഴിഞ്ഞില്ല. അദ്ദേഹത്തെ പരിഹസിക്കാനും വിമർശിക്കാനും അവർക്ക് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല. സോക്രട്ടീസിന്റെ ചിന്തകളും പ്രവൃത്തികളും വ്യർത്ഥമാണെന്ന് അവർ കരുതിയിരുന്നു. സോക്രട്ടീസ് ഒരു ദിവസം വീട്ടിൽ വെച്ച് ശിഷ്യന്മാരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് അവരെ രോഷാകുലയാക്കി. മിന്നൽ പോലെ കടന്നു വന്ന് അദ്ദേഹത്തെ ശകാരിക്കാൻ തുടങ്ങി. അതൊന്നും കേൾക്കാത്ത മട്ടിൽ അദ്ദേഹം ചർച്ച തുടർന്നു. ഭാര്യ അക്രമാസക്തിയായി ഒരു കുടം വെള്ളം കൊണ്ടുവന്ന് അദ്ദേഹത്തിന്റെ തലയിൽ കമഴ്ത്തി. സൗമ്യനായ അദ്ദേഹം പറഞ്ഞു, ഇടിമിന്നലിന് ശേഷം മഴയുണ്ടാകുമെന്ന് എനിക്കറിയാമായിരുന്നു. ഇത് കേട്ട് ഭാര്യയും ചിരിച്ചുപോയി. അതോടെ അവരുടെ രോഷം കെട്ടടങ്ങി. ജീവിതത്തിലെ ഇത്തരത്തിലെ സംഭവങ്ങളെ സൗമ്യമായും ശാന്തമായും നേരിടാൻ കഴിയുന്നവർക്ക് എപ്പോഴും ജീവിതം ആനന്ദകരമായി മാറ്റാൻ കഴിയും. എന്നാൽ നിസ്സാര കാര്യങ്ങൾക്ക് പോലും പരസ്പരം വഴക്കിടുന്നവർക്ക് എന്നും ജീവിതം കൈപ്പേറിയ അനുഭവങ്ങളാണ് സമ്മാനിക്കുക. സദൃശ്യവാക്യങ്ങൾ 29:11 പറയുന്നു, മൂഢൻ തന്റെ കോപത്തെ മുഴുവൻ വെളിപ്പെടുത്തുന്നു, ജ്ഞാനിയോ അതിനെ അടക്കി ശമിപ്പിക്കുന്നു. ഒരു തീപ്പൊരി പോലുമില്ലാതെ തീ കത്തിക്കാൻ നമുക്ക് കഴിയില്ല എന്നതുപോലെ വലിയ തീ ഉണ്ടാക്കുന്ന തീപ്പൊരിയായി നമ്മൾ മാറരുത്. ചില സമയത്തൊക്കെ ചില കാര്യങ്ങളെയും ചിലരുടെ അഭിപ്രായങ്ങളെയും തമാശയായി കാണേണ്ടി വരും. അതിനു പകരം അവയെ കാര്യമായി എടുത്ത് കൊച്ചു കുട്ടികളെ പോലെ പരാതിയും പരിഭവവും പ്രകടിപ്പിച്ച് ബന്ധങ്ങൾ നഷ്ടപ്പെടുത്തരുത്. സങ്കീർത്തനം 46 പറയുന്നു, ശാന്തരായിരിക്കുക, ഞാൻ നിന്റെ ദൈവമാണെന്ന് അറിയുക. പാറകൾക്കും മലകൾക്കുമിടയിലൂടെ കുത്തിയൊലിച്ചാണ് ജലം ശാന്തമായ നദിയിലെത്തുന്നത്. ജീവിതത്തിൽ കൊടുങ്കാറ്റുകളും ഇരുളടഞ്ഞ വഴികളുമെല്ലാം ഉണ്ടായേക്കാം. തരണം ചെയ്യുന്നവർക്കുള്ളതാണ് നദിയുടെ ശാന്തത. നിലവാരമില്ലാതെ ക്രിസ്തുവിന്റെ സ്വഭാവം തൊട്ടു തീണ്ടാതെ നമ്മുടെ ജീവിതത്തിൽ വന്ന് പെരുമാറുന്നവരോട് ശാന്തത എന്താണെന്ന് കാണിച്ചു കൊടുക്കുക. തിരിച്ച് അവരെ പോലെ നാമും മോശമായി പെരുമാറുമ്പോൾ നമ്മുടെ നിലവാരവും അതുപോലെ തന്നെയാകില്ലേ? ഇത് സുഗമമല്ലാത്ത വഴിയാണ്. നല്ല മനക്കരുത്തുള്ളവർക്ക്, ദൈവകൃപയുള്ളവർക്ക് മാത്രം സാധിക്കുന്ന കാര്യം. അതുകൊണ്ട് ശാന്തതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ക്ഷമയുടെ, സൗമ്യതയുടെ, സ്നേഹത്തിന്റെ എല്ലാം കൃപ നിറഞ്ഞ് ശാന്തമായി ജീവിക്കാൻ ഏവർക്കും ഇടയാകട്ടെ. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. രക്ഷകനീശോ വാണരുളും സംപൂജിതമാം സദനമിതിൽ സന്തതമീശനുമൊന്നായി വാസമതല്ലോ സൗഭാഗ്യം, വാസമതല്ലോ സൗഭാഗ്യം. ശാന്തപ്രശാന്തം ഈ ഭവനം, ശാന്തിനികേതനം ദേവാലയം. ശാന്തിനികേതനം ഈ സദനം, ശാന്തപ്രശാന്തം ദേവാലയം.